നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. विद्युत नवीन एवं नवीकरणीय ऊर्जा, इसके साथ ही राजस्थान सरकार की विभिन्न परियोजनाओं का रिमोट का बटन दबाकर उद्घाटन, शिलान्यास और लोकार्पण. റെയിൽവേ സ്റ്റേഷനുകളിൽ മാറ്റത്തിന്റെ ചൂളം വിളി. നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകൾ നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. ചിറയിൻകീഴും വടകരയും മാഹിയും ഇനി അമൃത് ഭാരത് സ്റ്റേഷനുകൾ. രാജസ്ഥാനിൽ 26,000 കോടിയുടെ വികസന കുതിപ്പിന് തിരിതെളിച്ച് നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് 1 മാസം. പാകിസ്ഥാന് ശക്തമായ താക്കീതുമായി പ്രധാനമന്ത്രി. ആണവ ബോംബ് കാട്ടി പേടിപ്പിക്കേണ്ട. അവർ കൊട്ടിഘോഷിച്ച ആയുധങ്ങൾ ചാരമായി. ഇത് പ്രതികാരമല്ല, നീതി നടപ്പാക്കലാണ്. ഭീകരതയ്ക്കെതിരായ നയം ഓപ്പറേഷൻ സിന്ദൂർ മാറ്റി എഴുതിയെന്നും നരേന്ദ്രമോദി. 3 വയസ്സുകാരിയെ അമ്മ കൊന്ന കേസിൽ വൻ വഴിത്തിരിവ്. കുട്ടിയെ പലവട്ടം ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പോലീസ്. പിതാവിൻ്റെ ബന്ധു അറസ്റ്റിൽ. കൊല്ലപ്പെടുന്നതിന് തലേന്നും പീഡിപ്പിക്കപ്പെട്ടു. അന്വേഷിക്കാൻ പ്രത്യേക സംഘം. മൂന്ന് വയസ്സുകാരി നേരിട്ടത് ക്രൂരപീഡനം. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും രക്തം കട്ടപിടിച്ച പാടുകളും. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും വിധേയമാക്കി. ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കും. അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. മുനമ്പം കുടിയൊഴിപ്പിക്കാനാവില്ലെന്ന് കമ്മീഷൻ. മറ്റു മാർഗങ്ങൾ തേടാൻ സർക്കാരിന് നിർദ്ദേശം. കോടതി വിധി വന്നാലും ഇടപെടണം. കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഡൽഹിയിൽ വൻ സ്ഫോടനത്തിന് പദ്ധതിയിട്ട പാക് ചാരസംഘടന. ISI നീക്കം പൊളിച്ച് ഭാരത സൈന്യം. നേപ്പാളുകാരനായ ഭീകരൻ അൻസാരുൾ അൻസാരി സൂത്രധാരൻ. പാക് ചാരവൃത്തിക്ക് പിടിയിലായ വ്ളോഗർമാർക്ക് അടുത്ത ബന്ധം. അമേരിക്കയിൽ ഇസ്രയേൽ നയതന്ത്രജ്ഞരെ വെടിവെച്ചു കൊന്നു. അക്രമികൾ എത്തിയത് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി. സംഭവം വാഷിംഗ്ടൺ DC-യിലെ ജൂത മ്യൂസിയത്തിന് സമീപം. വാർത്തകൾ വിശദമായി നോക്കാം. പാകിസ്ഥാന് ശക്തമായ താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആണവ ഭീഷണി ഭാരതത്തോട് വേണ്ട. പ്രതികാരമല്ല, നീതിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടപ്പിലാക്കിയത്. ഭീകരതയ്ക്കെതിരായ നയം ഓപ്പറേഷൻ സിന്ദൂർ മാറ്റിയെഴുതി. കരനാവിക വ്യോമസേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഭാരത സൈന്യം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു. 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരതാവളം നിലം പരിശാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിലെ ബിക്കാനേറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് 1 മാസമാകുന്നു. കശ്മീർ താഴ്വരയിൽ അവധി ആഘോഷത്തിൽ അമർന്ന സാധാരണക്കാരെ കൊന്നുവീഴ്ത്തിയ കൊടും ഭീകരത കാലം എത്ര പിന്നിട്ടാലും മറക്കാനാവില്ല. പാക് ഭീകര കേന്ദ്രങ്ങൾ തച്ച് തകർത്തായിരുന്നു ഭാരതത്തിൻ്റെ മറുപടി. സിന്ദൂരം മായ്ച്ചവരുടെ അടിവേര് മായ്ച്ച് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ. നട്ടുച്ച പിന്നിട്ട ഏപ്രിൽ 22. പച്ചപുതച്ച കശ്മീരിന്റെ മഞ്ഞു കുളിരുന്ന താഴ്വരയിൽ പറന്നു പടർന്നു അവർ. പൊടുന്നനെ തിരക്കിട്ടു വന്ന കൊടും ഭീകരത.
തോക്കുമുന നെറ്റിമുട്ടിച്ച് തലച്ചോറ് ചിതറിച്ച കാടത്തം. बैठो 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 आराम से बैठो. फायरिंग कर रहे हैं वो लोग. हाँ फायरिंग कर रहे हैं. चोट है. हम लोग बैठो बैठो हम लोग फौज हैं. बैठो बैठो चलो. अरे हम लोग फौजी हैं, कुछ नहीं करेंगे. आपकी सेफ्टी के लिए आए हो. आपकी सेफ्टी. മധുവിധു ചിരിവറ്റി പ്രിയപ്പെട്ടവന്റെ നിലച്ച ദേഹത്തിനരികെ മരവിച്ചിരുന്നവൾ പറിച്ചെടുത്തത് ഭാരതത്തിന്റെ ഹൃദയത്തെയാണ്. മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം പ്രായം മറന്നുല്ലസിച്ച രാമചന്ദ്രന്മാർ ചോര തെറിച്ച് വീണുടഞ്ഞത് ഭാരതത്തിന്റെ കൈകളിലാണ്. ഒരു മാസമാകുന്നു അന്നു കേട്ട വെടിയൊച്ചകൾ കാതുമുള്ളും തുളച്ചതിന്റെ ഓർമ്മകൾക്ക്, ഉറ്റവരുടെ കൺമുന്നിൽ ഉയിരെടുത്തവരോടുള്ള വെറുപ്പിന്റെ വേദനകൾക്ക്. പാകിസ്ഥാൻ പരവതാനി വിരിച്ചിട്ട പറുദീസകളിൽ ഒളിച്ചിരുന്നവരെ ഉന്നമിട്ട മിസൈലുകൾ പകരം ചോദിച്ചു. ചതിയന്മാരുടെ ഉടലുമുലകവും വെന്തു ചാരമായി. ചോരച്ചൂടാറും മുൻപേ കരയാൻ പോലുമാകാതെ പകച്ചു വിറച്ചവരോട് നിന്റെ മോദിയോട് ചെന്നു പറയൂ എന്നാക്രോശിച്ചവരോടാണ്. മോദി അതറിഞ്ഞതിന്റെ മറുപടിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വസ്ഥത. ന്യൂസ് ഡെസ്ക് ജനം TV. ഡൽഹിയിൽ വൻ സ്ഫോടനം നടത്താനുള്ള ISIയുടെ പദ്ധതി പൊളിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. നേപ്പാളുകാരനായ അൻസാരുൽ മിയ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത്. അൻസാരി ജനുവരിയിൽ പിടിയിലായതോടെ പദ്ധതി പാളുകയായിരുന്നു. പിടിയിലായ വ്ളോഗർമാർക്ക് അൻസാരിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു. ഡൽഹിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും തിരക്കുള്ള മാർക്കറ്റുകളിലും വൻ സ്ഫോടനം നടത്താനായിരുന്നു പാക് ചാരസംഘടനയായ ISI പദ്ധതിയിട്ടത്. ഡൽഹിയിലെ സൈനിക ക്യാമ്പുകളുടെ അടക്കം വിവരം ഇവർ ശേഖരിച്ചിരുന്നു. ഈ നീക്കമാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഇടപെടൽ മൂലം പൊളിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഭാരതം പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുസഫീലിനും ഇതിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. നേപ്പാൾ പൗരനായ അൻസാരുൽ മിയ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇയാൾ ഈ വർഷം ആദ്യം ഡൽഹിയിൽ പിടിയിലായിരുന്നു. ഖത്തറിൽ വെച്ചാണ് ISI ഇയാളെ കണ്ടുമുട്ടി ധാരണയിലെത്തിയത്. അടുത്തിടെ രാജ്യത്ത് പിടിയിലായ പല ബ്ലോഗർമാരും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. പാക് സൈനിക മേധാവിക്കെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അസീം മുനീർ മത തീവ്രവാദിയാണെന്ന് എസ് ജയശങ്കർ. പഹൽഗാം കൂട്ടക്കൊലയിൽ സൈനിക മേധാവിക്കും പങ്കുണ്ടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഏത് പശ്ചാത്തലത്തിൽ ആണ്? മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു പരാമർശവുമുണ്ട്. പഹൽഗാം കൂട്ടക്കൊലയിൽ
അസീം മുനീറിന് പങ്കുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ ഗൗതം. അരുൺനമ്പർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ മുനീറിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നത്. മുനീർ ഒരു മതഭ്രാന്തനാണ് എന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. മുനീറിനെ നയിക്കുന്നത് ജിഹാദി ആശയങ്ങളും മതഭ്രാന്തുമാണ്. അത്തരം മതഭ്രാന്താണ് പഹൽഗാമിൽ കണ്ടത് എന്നും പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് തന്നെ ഇതിൽ പങ്കുണ്ട് എന്നുമാണ് ഡോക്ടർ എസ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. പഹൽഗാമിൽ നടന്നത് മതം ചോദിച്ചുള്ള ഭീകരാക്രമണമായിരുന്നു. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്തുള്ള പാകിസ്ഥാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാമാബാദിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കുക മുസ്ലിങ്ങളെ സംബന്ധിച്ച് അസാധ്യമാണെന്നും ഇത് രണ്ടാണെന്നുമുള്ള ഈ വിഭജന കാലത്ത് ജിന്നയുടെയും മറ്റും ആശയങ്ങൾ ഒരിക്കൽ കൂടി പ്രസംഗിക്കുകയായിരുന്നു അസീം മുനീർ ചെയ്തത്. ഇതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പിന്നീട് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. അതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പട്ടാള മേധാവിക്ക് ഈ ഭീകരാക്രമണത്തിൽ ബന്ധമുണ്ടെന്നും ജനറൽ അസീം മുനീർ ഒരു മതഭ്രാന്തനാണെന്നും വിദേശകാര്യമന്ത്രി ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. പാക് സൈനിക മേധാവിക്കെതിരെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അസീം മുനീർ മതതീവ്രവാദിയാണ്, പഹൽഗാം കൂട്ടക്കൊലയിൽ സൈനിക മേധാവിക്കും പങ്കുണ്ടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കാൻ ആദ്യ സംഘം ജപ്പാനിൽ JDU MP സഞ്ജയ് കുമാറിൻ്റെ നേതൃത്വത്തിലെ സംഘമാണ് ജപ്പാനിലെത്തിയത്. പ്രതിനിധി സംഘം വിദേശകാര്യമന്ത്രിയെയും പാർലമെൻറ്റ് അംഗങ്ങളെയും സന്ദർശിക്കും. ഭീകരതയെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലപാടും ഓപ്പറേഷൻ സിന്ദൂറും വിവരിക്കുകയും ചെയ്യും. ജപ്പാനിലെത്തിയ പ്രതിനിധി സംഘം ഗാന്ധി പ്രതിമയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ഭാരത സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ദേശസുരക്ഷാ പൗരസമിതിയുടെ നേതൃത്വത്തിൽ മാഹിയിൽ തിരംഗയാത്ര നടത്തി. വളവിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച യാത്ര അടൽജി സേവാ ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറി മൗലി ദേവൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി മാഹി പ്രസിഡന്റ് റിട്ടയേർഡ് ഹോണററി ക്യാപ്റ്റൻ വിജയൻ ദേശീയ പതാക കൈമാറി. സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചവരും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും പൊതുപ്രവർത്തകരും പങ്കെടുത്ത യാത്ര മാഹി മുനിസിപ്പൽ മൈതാനത്ത് സമാപിച്ചു. മാഹി പള്ളി ബസിലിക്ക റെക്ടർ സെബാസ്റ്റ്യൻ കാരക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. BJP മാഹി മണ്ഡലം പ്രസിഡന്റ് പ്രബീഷ് കുമാർ അധ്യക്ഷനായി. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകുന്നതിനുള്ള പണിപ്പുരയിലാണ് കേന്ദ്ര സർക്കാർ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 22 കോടി രൂപ മുടക്കി നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. 18 സംസ്ഥാനങ്ങളിലെ നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചപ്പോൾ അതിൽ വടകരയും ഉൾപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് അകവും പുറവും വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. 8582 സ്ക്വയർ മീറ്ററാണ് പാർക്കിംഗ് ഏരിയ. 710 മീറ്റർ നീളത്തിൽ 3 പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായ മേൽക്കൂരയോടെ സജ്ജമാക്കി. വടകരയിൽ 24 കോച്ചുകളുള്ള വണ്ടികൾക്ക് ഇനി ബർത്ത് ചെയ്യാനാവും. കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, റെയിൽവേ സൗകര്യങ്ങളുടെ ഡിസ്പ്ലേ ബോർഡുകൾ, AC നോൺ AC വെയിറ്റിംഗ് റൂമുകൾ, ഇരിപ്പിടങ്ങൾ, കുടിവെള്ളം, പ്ലാറ്റ്ഫോമിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വൈദ്യുത വിളക്കുകൾ, ഫാനുകൾ, CCTV ക്യാമറകൾ, ഫുട് ഓവർ ബ്രിഡ്ജുകൾ, എസ്കലേറ്ററുകൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഷന്റെ മുൻവശം ഏറെ ആകർഷകമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ കുളം നവീകരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കി. विद्युत नवीन एवं नवीकरणीय ऊर्जा, इसके साथ ही राजस्थान सरकार की विभिन्न परियोजनाओं का रिमोट का बटन दबाकर उद्घाटन, शिलान्यास और लोकार्पण। അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകാനുള്ള പണിപ്പുരയിലാണ് കേന്ദ്ര സർക്കാരെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. 1000 സ്റ്റേഷനുകൾ എന്തിനു വേണ്ടിയായി? 2047 നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്നത് ഒരു വികസിത
ഭാരതമാണ്. 75 വർഷ കാലഘട്ടം നമ്മുടെ പൂർവികര്, ഭരണാധികാരികള്, ജനപ്രതിനിധികള് എല്ലാം ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. 25 വർഷം ഇനി കഴിയുമ്പോൾ അന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ മക്കള് പ്രായപൂർത്തിയായിരിക്കും. അതായത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. അടുത്ത തലമുറയുടെ കാലഘട്ടത്തിലാണ് ഒരു വികസിത ഭാരതം വരുന്നത്. PT ഉഷ MP, ഷാഫി പറമ്പിൽ MP, KK രമ MLA, പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി, PK കൃഷ്ണദാസ്, വാർഡ് കൗൺസിലർ പ്രേമകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ നടന്ന ഉദ്ഘാടന പരിപാടി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ജനം, കോഴിക്കോട്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച മയ്യഴി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. മാഹിയിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസനാഥൻ IAS മുഖ്യാതിഥിയായിരുന്നു. രാജസ്ഥാനിൽ 26,000 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിക്കാനേറിലെ എയർഫോഴ്സ് സ്റ്റേഷൻ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ദേശ്നോക്കിലെ കർണി മാതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് നരേന്ദ്രമോദി എയർഫോഴ്സ് സ്റ്റേഷനിലെത്തിയത്. ബിക്കാനേർ മുംബൈ എക്സ്പ്രസും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി അമേരിക്കയിലെ ഇസ്രയേൽ എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നു. വാഷിംഗ്ടൺ DC-യിലെ ജൂതം മ്യൂസിയത്തിന് സമീപത്തായിരുന്നു സംഭവം. കർശന നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി. ആലുവ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, തിരുവാങ്കുളം സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കും, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ആലുവ DYSPയും പുത്തൻകുരിശ് DYSPയും അടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഇന്നലെ ഇപ്പോൾ ഈ കുട്ടിയുടെ പിതൃ സഹോദരനെ അടക്കം ചോദ്യം ചെയ്തത്. ഇന്നലെ ഇവരെ 3 പേരെ, കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കളായ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ 2 പേരെ വിട്ടയച്ചു. പിതൃ സഹോദരനായ ഒരാളാണ് ായിട്ടുള്ളത്. ഇയാൾ കഴിഞ്ഞ 1.5 വർഷമായി കുട്ടിയെ അതിക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് അടക്കം ഇരയാക്കി എന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് എത്തിച്ചേരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിനിരയായി എന്ന കണ്ടെത്തലായിരുന്നു. ഈ കുട്ടി മരണപ്പെടുന്നതിൻ്റെ, കൊല ചെയ്യപ്പെടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസവും കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കുട്ടിയെ 1.5 വർഷത്തോളമായി പീഡിപ്പിക്കുന്നു എന്ന വിവരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പോക്സോ കേസും അതോടൊപ്പം തന്നെ ബാലനീതി നിയമപ്രകാരവും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. പ്രതിയെ അല്പസമയത്തിനുള്ളിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോലഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. ഇതേസമയം കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നു. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിലേറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് ഈ കൊലപാതകവും പീഡനവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഈ പീഡന വിവരങ്ങൾ അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. സുധീഷ്, അതാണ് പ്രധാനം. അതായത് ഈ 3 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതിനെ തുടർന്നാണോ അമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയത്? അതാണ് പ്രധാനം. അന്വേഷണ സംഘം അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ?
അനിൽ നമ്പ്യാർ ഇതുവരെയും അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഔദ്യോഗികമായി നൽകിയിട്ടില്ല. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെ ഫോണിൽ ഈ അന്വേഷണ സംഘത്തെ ഡോക്ടർ ഈ വിവരം ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായി എന്ന് അറിയിക്കുകയും അതേ തുടർന്ന് അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അതിൽ ചില നിർണായക സൂചനകൾ ലഭിക്കുന്ന വിവരം ഇതേ സമയം ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഈ പ്രതി സമ്മതിച്ചിരിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് ഇക്കാര്യം അറിയായിരുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. എന്തു തന്നെയായാലും അത്തരമൊരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇതിലെല്ലാം വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കുട്ടിയുടെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് സമയം തന്നെ കുട്ടിയുടെ വീട്ടിൽ, അതായത് കുട്ടി കഴിഞ്ഞിരുന്ന അച്ഛൻ്റെ വീട്ടിൽ, ആ അച്ഛൻ്റെ വീട്ടിലും അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിലും ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി അവിടെ നിന്നും നിർണായക വിവരങ്ങൾ ശേഖരിച്ചു എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പ്രതിക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്ന ഒരു അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കുട്ടിയുടെ നിരന്തരമുള്ള പീഡനവുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ കൂടി അടിസ്ഥാനപ്പെടുത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം നടത്തിയത്. ആ കുറ്റസമ്മതത്തിലാണ് അതിക്രൂരമായിരുന്നു പീഡനം എന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകളുണ്ട്, രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്നു. അതെല്ലാം തന്നെ പീഡനം നടത്തുന്നത് സ്നേഹവാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മറവിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബലാത്സംഗത്തിന് പുറമേ അടുത്ത ബന്ധുവായ ആൾ ആ ബന്ധം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ലൈംഗിക അതിക്രമം എന്ന ഒരു കുറ്റം കൂടി അഡീഷണലായി ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. അനിൽ നമ്പ്യാർ. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി. ആലുവ മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ പട്ടികജാതി യുവതിക്ക് അപമാനം നേരിട്ട സംഭവത്തിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിക്കാൻ ശുപാർശ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ദക്ഷിണ മേഖല IG-ക്ക് ശുപാർശ നൽകി. മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ ഉൾപ്പെടെ പരിഗണിച്ചാണ് റിപ്പോർട്ട്. കേസിൽ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടിയുണ്ടാവില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്താൻ ശുപാർശ നൽകിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ദക്ഷിണ മേഖല IG-ക്ക് ശുപാർശ നൽകിയത്. മനുഷ്യാവകാശ കമ്മീഷന്റെ പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ. കേസിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ സസ്പെൻഷനിലായിട്ടുള്ളത്. പേരൂർക്കട സബ് ഇൻസ്പെക്ടർ പ്രസാദിനെയും ASI പ്രസന്നനെയുമാണ് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തത്. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ മറ്റുദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടായേക്കില്ല. ഇല്ലാത്ത മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതി യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളായിരുന്നു. മനുഷ്യാവകാശവും നിയമവും ചട്ടവും കാറ്റിൽ പറത്തി ഒരു രാത്രി മുഴുവൻ ബിന്ദുവിനെ സ്റ്റേഷനിൽ നിർത്തി അധിക്ഷേപിച്ചു. മാലമോഷണം നടന്ന വീട്ടിൽ തെരച്ചിൽ നടത്താതെയാണ് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരം വീട്ടിൽ വിളിച്ചറിയിക്കാൻ പോലും പോലീസ് തയ്യാറാകാതെ രാത്രി മുഴുവനും ബിന്ദുവിനെ സ്റ്റേഷനിൽ പാർപ്പിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുതിച്ചുയരുന്നു. 4 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 61,956 കേസുകളാണ്. 2022 മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കുകളാണിത്. സ്ത്രീധന മരണങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ട്. 4 വർഷത്തിനിടെ സ്ത്രീധന പീഡനം മൂലം മരിച്ചത് 26 സ്ത്രീകളാണ്. സംസ്ഥാനം സ്ത്രീ സൗഹൃദമാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. ജനം ബ്രേക്കിംഗ്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകളാണ് ഇത്. സംസ്ഥാനം സ്ത്രീ സൗഹൃദമെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കുറവൊന്നുമില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ കൃത്യമായി പറഞ്ഞാൽ 2022 മുതൽ 2025 മാർച്ച് വരെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് 61,956 കേസുകളാണ്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, സ്ത്രീധന പീഡനം ഉൾപ്പെടെ വിവിധ കേസുകളിലായാണ് ഇത്. ഇക്കാലയളവിൽ ബലാത്സംഗത്തിനിരയായ കേസുകളുടെ കണക്കുകളും പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ്. 8,722 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2022-ലും 2023-ലും 2024-ലും എന്തിന് ഈ വർഷം മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കും.
സ്ത്രീധന മരണങ്ങളുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല. ഈ 4 വർഷക്കാലയളവിൽ 25 ജീവനുകളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പൊലിഞ്ഞത്. പോലീസിന്റെ കാര്യക്ഷമമില്ലായ്മയും കുറ്റകൃത്യങ്ങൾ പെരുകുവാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്ത്രീ സുരക്ഷയ്ക്കായി രാത്രി നടത്തം സംഘടിപ്പിക്കുന്ന സർക്കാർ ഭരിക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് ഈ ദുർഗതി എന്നതും ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ. ശുപാർശകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് അടുത്തയാഴ്ച മുഖ്യമന്ത്രിക്ക് കൈമാറും. സമവായ ചർച്ചകളിലൂടെ തർക്കം പരിഹരിക്കണമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ആവശ്യപ്പെട്ടു. സർക്കാരിന് സമർപ്പിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശകൾ മാത്രമാണുള്ളത്. മുനമ്പം ഭൂമിയിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും വഖഫ് ബോർഡും ഫറൂഖ് കോളേജുമായി സമവായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നതും അടക്കമുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത്. ഭൂമി വഖഫെന്ന് കണ്ടെത്തിയാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം. പൊതുതാൽപര്യം മുൻനിർത്തി വഖഫ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥയുണ്ട്. പൊതുതാൽപര്യം മുൻനിർത്തി ഭൂമി നിർബന്ധമായി ഏറ്റെടുത്ത് കൈമാറുന്നതും ആലോചിക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. ഭൂമി ഏറ്റെടുത്താൽ ആവശ്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. കോടതി വിധി വഖഫിന് അനുകൂലമായാൽ മാത്രമാണ് തന്റെ റിപ്പോർട്ടിന് പ്രസക്തിയുള്ളൂവെന്നും CN രാമചന്ദ്രൻ നായർ കൂട്ടിച്ചേർത്തു. ആ വഖഫ് ട്രൈബ്യൂണൽ അപ്പീൽ കഴിഞ്ഞാൽ, വിധി കഴിഞ്ഞാൽ അതിന് മുകളിൽ പുതിയ അമെൻമെന്റ് അനുസരിച്ച് ഹൈക്കോടതിക്ക് അപ്പീലുണ്ടായി. പണ്ട് അപ്പീലില്ലായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നേരെ അപ്പീൽ കൊടുക്കാം. വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിക്ക് മുകളിൽ കേസ് വിധി വഖഫിന് അനുകൂലമാകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കമ്മീഷൻ റിപ്പോർട്ടിന് പ്രസക്തി ഉള്ളൂ. ഗവൺമെൻറ്റിന് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു സെറ്റിൽമെൻറ്റ് രമ്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ, ഈ മുനമ്പം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം എന്നാണ് കമ്മീഷൻ്റെ ഒരു ആഗ്രഹം, അല്ലെ കമ്മീഷൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അവരെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻറ് വേണ്ടി വന്നാൽ നഷ്ടം കൊടുത്ത് മുനമ്പം പ്രോപ്പർട്ടി ഏറ്റെടുത്ത് അവർക്ക് അസൈൻ ചെയ്യണം എന്നാണ് കമ്മീഷൻ്റെ അഭിപ്രായം. വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഭൂമി വഖഫാണെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ വഖഫ് ബോർഡുമായുള്ള ചർച്ചകളിലൂടെ നഷ്ടപരിഹാരം നിശ്ചയിച്ചു നൽകി ഭൂമി ഏറ്റെടുക്കാം. 404.4 ഏക്കർ ഭൂമിക്കാണ് വഖഫിന്റെ അവകാശവാദമെങ്കിലും ജനവാസമുള്ള 114.4 ഏക്കറിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടി വരിക. 70ഓളം പേജുള്ള റിപ്പോർട്ടാണ് ഈ മാസം 30-ന് മുമ്പ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുന്നത്. ജനം, കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശന് S ഗുരുമൂർത്തി ആരെന്നറിയില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ബോഫേഴ്സ് കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ട വ്യക്തിയാണ് ഗുരുമൂർത്തി. VD സതീശൻ കാര്യങ്ങൾ പഠിക്കാതെയാണ് സംസാരിക്കുന്നതെന്നും V മുരളീധരൻ പറഞ്ഞു. ഇന്നലെ രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ ചിന്തകനും കോളംനിസ്റ്റുമായ S ഗുരുമൂർത്തി പങ്കെടുത്തതിനെതിരെ പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു V മുരളീധരൻ. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വായി തോന്നിയത് പറയുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ അതിന് പറ്റിയൊരു ശിഷ്യനായതുകൊണ്ട് അതേ പാതയിലാണ് ഇപ്പോൾ VD സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ S ഗുരുമൂർത്തി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം RSS നേതാവാണ് എന്നുള്ളത് VD സതീശൻ്റെ ഒരു ആരോപണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. രാജ്ഭവൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. രാജ്ഭവൻ്റെ ഇൻവിറ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ RSS ഭാരവാഹിത്വം പരാമർശിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളവും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളവും S ഗുരുമൂർത്തിയെക്കുറിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് റോഡിൽ അവകാശവാദത്തിനായി മന്ത്രിമാർ തർക്കിക്കേണ്ട കാര്യമില്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. നിതിൻ ഗഡ്കരി നൽകുന്ന പദ്ധതിക്ക് മണികെട്ടുന്ന ജോലി മാത്രമാണ് മുഹമ്മദ് റിയാസ് ചെയ്യുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ സ്മാർട്ട് സിറ്റി റോഡുകളുടെ അവകാശവാദത്തെ ചൊല്ലിയുള്ള തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരുടെ തർക്കം കേന്ദ്ര പദ്ധതിയുടെ പ്രതിത്വം ഏറ്റെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നിതിൻ ഗഡ്കരി നൽകുന്ന പദ്ധതികൾക്ക് മണികെട്ടുന്ന ജോലി മാത്രമാണ് മുഹമ്മദ് റിയാസ് ചെയ്യുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. മണികെട്ടാൻ വിദഗ്ധനായിട്ടുള്ള റിയാസ് കേന്ദ്രത്തിൽ നിന്ന് നിതിൻ ഗഡ്കരി കൊടുക്കുന്ന എല്ലാ പദ്ധതികളുടെയും കഴുത്തിൽ മണികെട്ടിക്കൊണ്ട് സെൽഫി എടുത്ത് കളിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ അല്പത്വം എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പോയിന്റ് ഒന്നേ ഉള്ളൂ, ഇവർ കണക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കണക്ക് പറയും. MP രാജേഷ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം കേന്ദ്രം നൽകിയ പദ്ധതിയുടെ വിവരങ്ങൾ പറയാനും ലഭിച്ച തുകയുടെ വിവരങ്ങൾ പുറത്തുവിടാനും തയ്യാറുണ്ടോ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. മിസ്റ്റർ രാജേഷിന്റെ വകുപ്പിലേക്ക് കഴിഞ്ഞ
ഈ നാളിത്രയുമായിട്ട് അധികാരത്തിൽ വന്ന ദിവസം മുതൽ മതി എത്ര കോടി രൂപ കിട്ടി, എത്ര കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക്. അതിൻ്റെ ഉത്തരം കേരളത്തിലെ ജനങ്ങളോട് പറയണം. കേന്ദ്രം നൽകുന്ന പദ്ധതികൾ കേരളത്തിൽ പേരുമാറ്റി നടപ്പിലാക്കുന്നത് ജനം തിരിച്ചറിയുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതാ നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിയുന്നതിൻ്റെ കാരണം ഇടത് സർക്കാരിൻ്റെ പിടിവാശിയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. കുന്നിടിക്കാതെയും വയൽ നികത്താതെയും ദേശീയപാത നിർമ്മിക്കാനുള്ള അലൈൻമെൻറ്റ് BJP നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടും നിലവിലെ അലൈൻമെൻറ്റുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോയി എന്നാണ് വിമർശനം. അന്ന് BJP നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഒഴിവാകുമായിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകിയതാണ് കീഴാറ്റൂർ വയലിൽ കൂടി കുപ്പം വഴി ചുടല ഭാഗത്തെത്തുന്ന ഇപ്പോഴത്തെ അലൈൻമെന്റ്. എന്നാൽ വയലിൽ കൂടി ഒരു വലിയ കുന്ന് കീറിമുറിച്ച് ഹൈവേ പോകുന്നത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് കണ്ട് നാട്ടുകാർ അന്ന് സമരവുമായി രംഗത്തെത്തുകയും ചെയ്തു. സമരം ന്യായമെന്ന് കണ്ട BJP നേതൃത്വം അതിനെ പിന്തുണച്ചു. മാത്രമല്ല, വിദഗ്ധരെ കൊണ്ടുവന്ന് ഡ്രോൺ സർവേ നടത്തി പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള ബദൽ അലൈൻമെന്റ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാർ ആ അലൈൻമെന്റ് അംഗീകരിച്ചില്ല എന്നും ആദ്യത്തെ അലൈൻമെന്റിനായി വാശി പിടിക്കുകയും ചെയ്തു എന്നുമാണ് ഉയരുന്ന വിമർശനം. ഡൽഹിയിൽ വെച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടായി. ആ ചർച്ചയിൽ നിതിൻ ഗഡ്കരിജിയുടെ മുമ്പിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾ വെച്ചു. അത് പരിഗണിക്കാത്തതിൻ്റെ കാരണം ഈ പിണറായി സർക്കാരാണ്. അവരുടെ വാശിയും വൈരാഗ്യവുമാണ്. ഞങ്ങൾ നിശ്ചയിച്ച സ്ഥലത്തൂടെ മാത്രമേ പോകൂ. BJP മുന്നോട്ട് വെച്ച അലൈൻമെന്റ് മലയിടിക്കാതെയും വയൽ നികത്താതെയും ഉള്ളതായിരുന്നു. കുന്നിടിച്ച് വയലിന് നടുവിലൂടെയുള്ള ദേശീയപാത അലൈൻമെന്റിനു വേണ്ടി സംസ്ഥാന സർക്കാർ പിടിവാശി പിടിക്കാതിരുന്നെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള നിർമ്മാണം നടത്താമായിരുന്നു എന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനം, കണ്ണൂർ. കൊച്ചി കോർപ്പറേഷനിൽ കാനകളും തോടുകളും വൃത്തിയാക്കാനും മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്കുമായി പ്രതിവർഷം ചെലവിടുന്നത് കോടികളാണ്. എന്നാൽ 5 വർഷത്തിലധികമായി ശുചീകരിച്ചിട്ടില്ലാത്ത നിരവധി തോടുകളും കാനകളുമാണ് കോർപ്പറേഷൻ പരിധിയിലുള്ളത്. 4 അടിയിലധികം താഴ്ചയിൽ ചെളിയും മാലിന്യവും നിറഞ്ഞ പെരുമ്പടപ്പ് പ്രദേശത്തെ തോടുകളും കാനകളും ശുചീകരിച്ചില്ലെങ്കിൽ പകർച്ചവ്യാധിക്കും വെള്ളപ്പൊക്കത്തിനും വഴിയൊരുങ്ങും. കെട്ടുവള്ളങ്ങൾ വരെ സഞ്ചരിച്ചിരുന്ന കൊച്ചി പെരുമ്പടത്തെ ഈ തോട് ശോഷിച്ചിന്ന് 3 അടി വീതിയിൽ ഒതുങ്ങിയിരിക്കുന്നു. ശുചീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നിരന്തരം വീഴ്ച വരുത്തുക കൂടി ചെയ്തതോടെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന മാലിന്യം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ്. വിസർജ്യ മാലിന്യവും ജൈവമാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും നിറഞ്ഞ തോട്ടിൽ ശരിയായ രീതിയിൽ ശുചീകരണ പ്രവർത്തനം നടന്നിട്ട് 5 വർഷത്തിലധികമായെന്ന് നാട്ടുകാർ പറയുന്നു. തോടിപ്പോയി ഒരു 5.5 വർഷം ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് മുഴുവനും മാലിന്യം ചെളിയുമാണ്. കക്കൂസ് വേസ്റ്റ് വരെ ഇവിടെ ഇതിനകത്തുണ്ട്, കൊണ്ടുപോയി തള്ളാറുണ്ട്. മന്ദരോഗം, ആനയോകുനിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോ വീടുകളിലും കയറി നടക്കുന്നുണ്ട്. പക്ഷെ അതിലും വലിയ രോഗമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. തുരപ്പനും കൊതുകൊക്കെ ഇതിനകത്ത് കിടന്ന് പെരുകണേന് രോഗം ഉണ്ടാകാൻ, എന്ത് രോഗം ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. തോടിന്റെ ചില ഭാഗങ്ങൾ ശുചീകരണം പ്രഹസനമായി നടത്തുന്നുണ്ടെങ്കിലും മാലിന്യം ഓരത്ത് തന്നെ കൂട്ടിവെച്ച് മടങ്ങുകയാണ് ചെയ്യാറ്. അടുത്ത മഴയിൽ ആ മാലിന്യം വീണ്ടും തോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇപ്പൊ ഒരു വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കോരിയിട്ടുണ്ടാവും, പേപ്പറിൽ കോരിയിട്ടുണ്ടാവും, അല്ലാതെ കോരിയിട്ടില്ല. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇത് ഒഴുകി പോകുന്നത് നേരെ ഈ കായലിലേക്കാണ്. ഇനി ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ വെള്ളം കയറി ആളുകൾ അസുഖങ്ങളായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഭരണകൂടങ്ങൾ ഇറങ്ങി വരുന്നത്. ഒരു മഴ പെയ്താൽ തോട് കവിഞ്ഞ് മാലിന്യം കലർന്ന വെള്ളം വീടുകളിലേക്ക് എത്തുന്നതോടെ പ്രദേശവാസികൾ ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. ഒരു മഴ 5 മിനിറ്റ് മുട്ടിച്ചു നിന്ന് പെയ്താൽ ഇത് ഓവർഫ്ലോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി വീടിൻ്റെ കോമ്പൗണ്ടിലോട്ടും ഒക്കെ കയറും. വലിയ ബുദ്ധിമുട്ടാണ്. മഴ, കാറ്റും മഴയും വരണത് കാണുമ്പോഴേ ഉള്ളിൽ വിഷമമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം എങ്ങോട്ടൊക്കെ കയറുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. മലിന വെള്ളമാണ്. ഈ കുപ്പിയും പാത്രവും ഒക്കെ ഇവിടെ വേസ്റ്റ് ഇടുന്നതും ഒക്കെ അകത്തേക്ക് കയറും. കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഈ മാലിന്യം നിറഞ്ഞ തോട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. വിസർജ്യ മാലിന്യം അടക്കം പൈപ്പിലെ പൊട്ടിയ ഇടങ്ങളിലൂടെ കുടിവെള്ളത്തിൽ കലർന്നാൽ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ തോടിന്റെ ശുചീകരണം അടിയന്തരമായി നടപ്പാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. അന്ത്യമില്ലാതെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. വാതിൽപ്പടി വിതരണക്കാർ സമരം തുടരുന്നതോടെ റേഷൻ കടകൾ കാലിയായി. റേഷൻ കടകൾക്ക് മുന്നിൽ അരിയില്ലെന്ന ബോർഡും വ്യാപാരികൾ സ്ഥാപിച്ചു.
റേഷൻ വിതരണം മുടങ്ങിയിട്ട് ഇന്ന് 11 ദിവസം. കരാർ കുടിശ്ശിക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാർ നടത്തുന്ന സമരം 11 ദിവസം പിന്നിട്ടതോടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഏതാണ്ട് കാലിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിസന്ധി രൂക്ഷമായ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും റേഷൻ കടകൾക്ക് മുന്നിൽ അരിയില്ലെന്ന ബോർഡുകളും നിരന്നു തുടങ്ങി. മുൻഗണനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ റേഷൻ ഭക്ഷ്യസാധനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സാധാരണക്കാരാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വ്യാപാരം നടക്കാത്തത് റേഷൻ വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നു. സേവയ്ക്കാണ് ഏറ്റവും പാവങ്ങൾ കൊടുക്കാനുള്ള അരി പല കടകളിലില്ല, ആട്ടയില്ല, പഞ്ചസാരയില്ല, ഗോതമ്പില്ല, ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പൊ എന്തായി? ഗവൺമെന്റിന്റെ കണക്കിന് 2 ലക്ഷം ആൾക്കാർ അരി വാങ്ങി, 3 ലക്ഷം ആൾക്കാർ അരി വാങ്ങി. പക്ഷെ എല്ലാം കൊടുക്കാനില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ടില്ല. ഇവിടെ 10-20 ദിവസമായി ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അവിടെ ഭീഷണികളൊന്നുമില്ല, അവരുടെ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? റേഷൻ വിതരണക്കാർക്ക് നൽകാനുള്ള പണം അനുവദിച്ചെന്ന് സംസ്ഥാന ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ടും കരാറുകാരുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല. 1.5 വർഷത്തിനിടെ 5ാം തവണയാണ് കരാർ തുകയ്ക്കായി വാതിൽപ്പടി വിതരണക്കാർ സമരം ചെയ്യേണ്ടി വരുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. കൈക്കൂലി കേസിൽ ED ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസ് കേസിന്റെ മുനയൊടിയുന്നു. പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. നിരവധി തവണ മൊഴിയെടുത്തിട്ടും ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വ്യക്തമായ തെളിവ് നൽകാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല. ED ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസ് SP S ശശിധരൻ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ശേഖർ കുമാറിനെതിരെ ED വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാനാകില്ലെന്ന് വ്യക്തമായതോടെ ഡീറ്റെയിൽ തെളിവുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വിജിലൻസ്. മൊഴികൾക്ക് ബലമേകുന്ന തെളിവുകളില്ല. ശേഖർ കുമാർ ഇതുവരെ പരാതിക്കാരനും വ്യവസായിയുമായ അനീഷ് ബാബുവിനോട് നേരിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ല. രഞ്ജിത് വാര്യരാണ് ശേഖർ കുമാറുമായി സംസാരിച്ചിരുന്നതെന്നും ഇതിന്റെ ഡീറ്റെയിൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നുമാണ് വിജിലൻസിന്റെ വാദം. ഡീറ്റെയിൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ് വിജിലൻസ്. തെളിവുകൾ ഇല്ലാതിരിക്കാൻ ടെലഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളും ചില ആപ്പുകളും ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും വിജിലൻസ് സംശയിക്കുന്നു. ഇതിനിടെ ശേഖർ കുമാറിനെതിരായ ആരോപണങ്ങൾ തള്ളിയ ED ഉദ്യോഗസ്ഥർ ഇത്തരം ആരോപണങ്ങൾ നേരിടുകയും കേസുകളിൽ ഉൾപ്പെടുകയും ചെയ്താലുള്ള ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിലേക്കും കടന്നിരിക്കുകയാണ്. ശേഖർ കുമാറിനെതിരായ EDയുടെ ആഭ്യന്തര അന്വേഷണം നീളും. ഈ കാലയളവിൽ സ്ഥാനക്കയറ്റമോ മറ്റ് അധിക ആനുകൂല്യങ്ങളോ ലഭിക്കില്ല. കാലങ്ങൾ നീളുന്നതാണ് അന്വേഷണ നടപടി. അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് ആരോപണവും കേസുമുണ്ടായത്. ജനം, കൊച്ചി. ഡിജിറ്റൽ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യം തടഞ്ഞ സർക്കാർ നടപടിയിൽ കാരണം വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. 2 വർഷമായിട്ടും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. ഈ മാസം 27-നുള്ളിൽ സർക്കാർ കാരണം ബോധിപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. 2 വർഷത്തിലധികമായി മുടങ്ങിക്കിടന്ന പണികൾ പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത്. നിർമ്മാണം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി NCC അഡീഷണൽ ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ എയർ സ്ട്രിപ്പിൽ പരിശോധനകൾ നടത്തി. NCCയുടെ എയർവിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകാനാണ് ഇടുക്കിയിലെ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. NCC സംസ്ഥാന സർക്കാരിന് കൈമാറിയ 24 കോടി രൂപയിൽ 14 കോടി രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. 800 മീറ്റർ റൺവേയും വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാങ്ങറും വാച്ച് ടവറും ഒക്കെ പൂർത്തിയായി. അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് കനത്ത മഴയിൽ റൺവേയുടെ ഷോൾഡറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയത്. പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് തടയുകയായിരുന്നു. NCCക്ക് കൈമാറിയ 12 ഏക്കർ സ്ഥലത്തിൽ ഒരു ഭാഗം റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തതാണെന്നാണ് വനംവകുപ്പിന്റെ വാദം. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ ഈ ഭൂമി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചെടുക്കാനാണ് തീരുമാനം. വനം, റവന്യൂ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ഇവിടെ എയർ സ്ട്രിപ്പിനുള്ള തടസ്സങ്ങൾ നീക്കിക്കിട്ടാൻ വനം വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള തീരുമാനമെടുത്തിരുന്നു. 7-1 നോട്ടിഫിക്കേഷൻ റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് വനം മന്ത്രി കൂടെ ഇരുന്ന് ഈ വിഷയം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളത് കൊണ്ട്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച് അതിൻ്റെ പ്രകാരം മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഫയൽ എത്തിക്കഴിഞ്ഞു. താമസം വിനാ നമുക്ക് ബാക്കി എല്ലാ തടസ്സങ്ങളും നീക്കിക്കിട്ടും. ഇതിനോടകം വ്യോമസേനയുടെ ചെറുവിമാനവും ഹെലികോപ്റ്ററും പരീക്ഷണ ലാൻഡിംഗ് നടത്തിയിരുന്നു. ഏപ്രിൽ മാസത്തിൽ എയ്റോ മോഡൽ ഉപയോഗിച്ച് സേഫ് ലാൻഡിംഗും ടേക്ക് ഓഫും കേഡറ്റുകൾ ഇവിടെ പൂർത്തിയാക്കി. ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മണ്ണു പരിശോധനയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ നൽകി. 6.5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജനം, ഇടുക്കി. എരുമേലിയിൽ അമിത വില ചോദ്യം ചെയ്ത തീർത്ഥാടകനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നടപടി ആരംഭിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം വിജിലൻസ് വിഭാഗം മർദ്ദനമേറ്റ തീർത്ഥാടകന്റെ മൊഴിയെടുത്തു. മണ്ഡലകാലത്തിന് സമാനമായി മാസപൂജ സമയങ്ങളിലും എരുമേലിയിൽ പ്രത്യേക മജിസ്ട്രേറ്റിന്റെ സേവനം വേണമെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. മെയ് 16 എരുമേലി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം നടപ്പന്തലിന് സമീപം അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്ത ശബരിമല തീർത്ഥാടകരെ വ്യാപാരികൾ കയ്യേറ്റം ചെയ്ത സംഭവം ജനം ടിവിയാണ് പുറത്തുവിട്ടത്. കയ്യേറ്റത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ എരുമേലി പോലീസ് കേസെടുക്കുകയും ചെയ്തു. പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് വിഭാഗം കയ്യേറ്റത്തിനിരയായ തീർത്ഥാടകൻ തിരൂരങ്ങാടി സ്വദേശി സുമേഷുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തു. സംഭവത്തിന്റെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും വിജിലൻസിന് കൈമാറി. കയ്യേറ്റം നടന്ന എരുമേലി വലിയമ്പലം നടപ്പന്തലിലെ B4 ബാർ 2 എന്ന നമ്പറിട്ട കടയിൽ വിജിലൻസ് പരിശോധന നടത്തി. സംഭവ സമയത്ത് ഈ കടയിൽ വിലവിവര പട്ടിക ഇല്ലായിരുന്നുവെന്നാണ് സുമേഷ് നൽകിയിരിക്കുന്ന മൊഴി. ഒരു ചായയ്ക്ക് 20 രൂപയാണ് ഇവർ ഈടാക്കിയത്. ഇത് ചോദ്യം ചെയ്തതാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കി ദേവസ്വം ബോർഡിനും ഹൈക്കോടതിയിലും സമർപ്പിക്കും. അതേസമയം തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നത് തടയാൻ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായി മാസപൂജാ സമയങ്ങളിലും എരുമേലിയിൽ പ്രത്യേക മജിസ്ട്രേറ്റിന്റെ സേവനം വേണമെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. ഈ സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാരുടെ സാധാരണ മണ്ഡലമാരുടെ കാലഘട്ടത്തിൽ മാത്രമാണ് വെക്കാറുള്ളത്. അത് മാറ്റി എല്ലാ ശബരിമല നട തുറന്നിരിക്കുന്ന എല്ലാ സമയങ്ങളിലും എരുമേലിയിലും അവരുടെ സേവനം നിർബന്ധമായും വേണമെന്നാണ് അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്പെഷ്യൽ ജഡ്ജിൻ്റെ സേവനം എരുമേലിയിൽ കൂടി നൽകണം. അത്യാവശ്യമായി എരുമേലിയിൽ കൂടി നൽകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ഈ കൊള്ളരുതായ്മകൾ അയ്യപ്പഭക്തന്മാർക്കെതിരെയുള്ള ചൂഷണം ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും നിർത്തലാക്കുവാനും സാധിക്കും. ശബരിമല നട തുറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം എരുമേലിയിൽ റവന്യൂ കൺട്രോൾ റൂമോ റവന്യൂ പരിശോധനാ സ്ക്വാഡിന്റെ സേവനമോ വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ജില്ലാ കളക്ടറെയും എരുമേലി പഞ്ചായത്തിനെയും അയ്യപ്പ സേവാ സമാജം സമീപിച്ചു. ജനം, കോട്ടയം. എൻ്റെ കേരളം തൃശൂർ ജില്ലാതല പ്രദർശന വിപണന മേളയിൽ ഹിറ്റായി സെൽഫി പോയിന്റ്. ഒപ്പം കാഴ്ച വിരുന്നൊരുക്കി പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ സ്റ്റാളുകളും. പരമ്പരാഗത കൃഷിരീതി മുതൽ നൂതന ആശയമായ വി പാർക്ക് പദ്ധതി വരെ സ്റ്റാളിലുണ്ട്. സ്റ്റാളുകളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുക ടൂറിസം വകുപ്പ് ഒരുക്കിയ പരമ്പരാഗത കൃഷിരീതിയാണ്. നെൽകൃഷിയും ജലസേചനത്തിനായുള്ള ചക്രത്തിന്റെയും കുളത്തിന്റെ മാതൃകകളും ഇവിടെയുണ്ട്. തൊട്ടടുത്തായി പുതുതലമുറയ്ക്ക് കാണാക്കാഴ്ചയായ പരമ്പരാഗത രീതിയിലുള്ള ഓലമേഞ്ഞ കുടിലും ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നു. ബീച്ച് ടൂറിസത്തിന്റെ ഭാഗമായി ഒരുക്കിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനും തീരത്തേക്ക് ഒഴുകിയെത്തുന്ന പോലെ പ്രൊജക്ടറിന്റെ സഹായത്തോടെ തോന്നിപ്പിക്കുന്ന കടൽ തീരവും കാരവാൻ ടൂറിസം പരിചയപ്പെടുത്തുന്നതിനായി വേദിക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാരവാനും കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ അതിശയിപ്പിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ പാലങ്ങൾക്കടിയിലെ പാർക്കും ജിമ്മും ഒരുക്കുന്ന പദ്ധതിയായ വി പാർക്കിന്റെ മാതൃകയും നിർമ്മാണം പൂർത്തിയായതും നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വിവിധ പാലങ്ങളുടെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെ മാതൃകകളും സന്ദർശകർക്ക് നവ്യാനുഭവം സമ്മാനിക്കുന്നു.
എക്സ്പീരിയൻസ് ടൂറിസവും റെസ്പോൺസിബിൾ ടൂറിസവും ഒരുമിച്ച് ചേർക്കുന്ന രീതിയിലാണ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ളതെന്ന് തൃശൂർ DTPC ടൂർ കോർഡിനേറ്റർ രൂപേഷ് പറഞ്ഞു. കേരള ടൂറിസത്തിന്റെയും അതുപോലെ തന്നെ PWDയുടെയും കൂടിയിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു സ്റ്റാളാണിത്. ഇവിടെ എക്സ്പീരിയൻസ് ടൂറിസവും അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസം ക്ലബ്ബ് ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പരമ്പരാഗത കൃഷിശൈലിയും അതുപോലെ തന്നെ പരമ്പരാഗത കർഷക കുടുംബവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബീച്ച് ടൂറിസത്തെ പരിചയപ്പെടുത്തുന്ന വെഡിങ് ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ ബീച്ചും ഇപ്പുറത്തെ ബി പാർക്ക് എന്ന് പറയുന്ന PWDയുടെ പാലത്തിന് കീഴെ ഓപ്പൺ ജിം പോലുള്ള സൗകര്യങ്ങളും ചെറിയ കളി ഉപകരണമായിട്ടുള്ള കുട്ടികളുടെ പാർക്കും അതോടൊപ്പം തന്നെ ഹിൽ ടൂറിസത്തെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ടൂറിസത്തിന്റെയും PWDയുടെയും സ്റ്റാല് വരുന്നത്. സന്ദർശകർക്ക് മുന്നിൽ കയർ നിർമ്മാണത്തിന്റെ വാതായനങ്ങൾ തുറന്ന് ലൈവായുള്ള കയർ നിർമ്മാണവും ഇവിടെ കാണാം. ചകിരിനാരിനെ യന്ത്രസഹായത്തിൽ നിമിഷനേരം കൊണ്ട് കയറാക്കി മാറ്റുകയാണ് തൊഴിലാളികൾ. യുവതലമുറയെ കയർ നിർമ്മാണം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലൈവായുള്ള കയർ നിർമ്മാണം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. പൊതുജനങ്ങളെ ഈ മേഖലയിലേക്ക് പുതിയ തലമുറയിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് കടന്നിട്ടുള്ളത്. ആളുകൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ഈ തൊഴിലാളികൾക്ക് അവരുടെ 2 ദിവസത്തെ കൂലി നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. തൃശൂർ സിറ്റി റൂറൽ പോലീസുകളിലെ ഡോഗ് സ്ക്വാഡുകളുടെ മികവ് പ്രകടമാക്കുന്ന അഭ്യാസ പ്രകടനങ്ങളും മേളയ്ക്ക് മിഴിവേകുന്നു. ജനം, തൃശൂർ. തമിഴ്നാട് മലക്കപ്പാറയിലും മധുരപ്പള്ളിയിലും കാട്ടാനാക്രമണം. മലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. 75 വയസ്സുള്ള മേരിയാണ് കൊല്ലപ്പെട്ടത്. തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. അതിരപ്പള്ളിയിൽ കാട്ടാന കാർ തകർത്തു. ഷോളയാർ ഡാമിന് വലതുകരയിൽ താമസിക്കുന്ന മേരിയും മകളും വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ആക്രമണം. പുലർച്ചെ 1 മണിയോടെ കാട്ടാന വീടിന്റെ പിന്നിലൂടെ എത്തി ആക്രമിക്കുകയായിരുന്നു. ആന വീട് പൊളിക്കുമെന്ന തോന്നലിൽ വീടിന് പുറത്തേക്ക് ഓടിയ മേരിയെ ആന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മേരിയുടെ ഭർത്താവും മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ കുക്കായ മകനും ആക്രമണ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മേരിയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ മൃതദേഹം വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിനായി പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സൂചന. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിലും ഭീതി വിതച്ച് ഇന്നലെ കാട്ടാന ഇറങ്ങി. വീട്ടുമുറ്റത്ത് കിടന്ന കാർ കാട്ടാന തകർത്തു. വെറ്റിലപ്പാറ വട്ടപ്പറമ്പിൽ ഷാജിയുടെ കാറാണ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെ വെറ്റിലപ്പാറ പരിസരത്ത് ഇറങ്ങി ആനയെ ഓടിക്കുന്നതിനിടയിൽ ഷാജിയുടെ വീടിന്റെ മുൻഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ പിറകുവശത്തെ ചില്ലാണ് കാട്ടാന തകർത്തത്. ജനം, തൃശൂർ. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയെ കണ്ടു. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പുലിയുടെ സാന്നിധ്യം പലതവണ സ്ഥിരീകരിച്ചിട്ടും പിടികൂടാൻ നടപടിയെടുത്തില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. അതേസമയം കാളികാവ് നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. ദൗത്യസംഘം സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം ഇന്നലെയും പതിഞ്ഞു. കാളിക്കാവിൽ നരഭോജി കടുവയെ പിടികൂടാൻ ദൗത്യം തുടരുന്നതിനിടെയാണ് ആശങ്കയായി പെരിന്തൽമണ്ണ മണ്ണാർമലയിലും പുലിയുടെ സാന്നിധ്യം. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. 3 മാസം മുൻപും ഇവിടെ പുലിയെ കണ്ടിരുന്നു. തുടർന്നാണ് നാട്ടുകാർ ക്യാമറ സ്ഥാപിച്ചത്. പുലിയെ പിടിക്കാൻ വനം വകുപ്പ് ഇടപെടുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. തുടർന്ന് കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. സ്ഥലം സന്ദർശിക്കാത്ത റേഞ്ച് ഓഫീസർ നീതി പാലിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം ഇനിയും തുടർന്നു കഴിഞ്ഞാല് മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ തന്നെ ഇവിടെയും ജീവൻ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിരന്തരമായിട്ട് ഞങ്ങൾ പറയുന്ന വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ സമയത്ത് കണ്ടതിന് ശേഷവും നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിലാണ് വീണ്ടും പുലിയെ കണ്ടിട്ടുള്ളത്. ഇന്ന് വരെ അവിടെ ഒരു കൂട് വെക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ പിടിക്കാനുള്ള നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ഇവിടെ ഉണ്ടാവും.
അതേസമയം കാളിക്കാവിൽ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. 7 ദിവസം പിന്നിട്ടെങ്കിലും ഇതുവരെ പിടികൂടാനായില്ല. ഇന്ന് രാവിലെ ക്യാമറ പരിശോധിച്ചപ്പോൾ കടുവയുടെ ദൃശ്യം പതിഞ്ഞതായി കണ്ടെത്തി. സുൽത്താന എസ്റ്റേറ്റിന് മേൽഭാഗത്തായി സ്ഥാപിച്ച ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. കടുവ മദാരിക്കുണ്ട് മുകൾ ഭാഗത്തേക്ക് നീങ്ങിയതായാണ് വിലയിരുത്തൽ. പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് കടുവയെ ദൗത്യസംഘം നേരിട്ട് കണ്ടെങ്കിലും പിടികൂടാനായില്ല. ഇരുട്ടും കാടുമൂടിക്കിടക്കുന്ന പ്രദേശവുമായതിനാൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. ചെങ്കുത്തായ പ്രദേശം കൂടിയാണ് ഇവിടം. കടുവയെ കണ്ടെത്തിയാൽ ഉടൻ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ജനം, മലപ്പുറം. തിരുവാങ്കുളത്ത് 3 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വിശദാംശങ്ങൾ. ആറ്റുപുഴ ആശുപത്രിയിലേക്കാണ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയേക്കുന്നത്. അതിനുശേഷം തിരിച്ച് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാവും കൂടുതൽ അതിന്റെ പേപ്പർ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുക. കോലഞ്ചേരി കോടതിയിലാണ് ഹാജരാക്കുന്നത്. കസ്റ്റഡിയിൽ അപേക്ഷ കൊടുക്കുന്നുണ്ട് എന്നതാണ് ഡിവൈഎസ്പി അല്പം മുമ്പ് വ്യക്തമാക്കിയത്. എന്തുതന്നെയായാലും വളരെ നിർണായകമായ നടപടികളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് കഴിഞ്ഞ 1.5 വർഷമായി കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ കുട്ടിയുടെ പിതൃ സഹോദരൻ അറസ്റ്റിലായിരിക്കുന്നത്. അയാളെ വൈദ്യപരിശോധനയ്ക്കായി മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷവും പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്തതാണ്. മാരത്തോൺ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ഇത് ആ വാത്സല്യം മുതലെടുത്തുകൊണ്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതിൻ്റെ പേരിൽ ബലാത്സംഗവും അതോടൊപ്പം തന്നെ ആ അടുത്ത ബന്ധം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ലൈംഗിക അതിക്രമം കാട്ടി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിന് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മൂവാറ്റുപുഴയിൽ നിന്നും വീണ്ടും പുത്തൻകുരിശ് സ്റ്റേഷനിലെത്തിച്ച് അതിനുശേഷം മറ്റ് തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചതായി സംശയിക്കുന്ന കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.